എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഹാൻഡ് എംബ്രോയിഡറിയുടെ 4ാമത്തെ ക്ലാസ് ആണ്. ഇന്നത്തെ സ്റ്റിച്ചിൻ്റെ പേര് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ 2 സൈഡ് റണ്ണിങ് സ്റ്റിച്ച്. രണ്ട് രീതിയിലും നമ്മൾ പറയും. ഒന്ന് നമുക്ക് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്നും പറയാം, 2 സൈഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നും നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ പറയും. അപ്പോൾ നമ്മൾ ഇതേപോലെ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ആദ്യം ഒരു ലൈൻ കൊടുക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം സ്റ്റിച്ച് ബോർഡിൽ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് നന്നായി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു സ്റ്റിച്ച് ഡിസൈനായിട്ട് വേറൊരു ക്ലോത്തിൽ, അതായത് മോട്ടിഫിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഇതുവരെ അതായത് നമ്മൾ 4 ക്ലാസ്സായി ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ 4 ക്ലാസ്സിലും ബേസ് എന്ന് പറയുന്നത് റണ്ണിങ് സ്റ്റിച്ചാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ബാക്കിയുള്ള സ്റ്റിച്ചിൻ്റെ കൂടെ ആ റണ്ണിങ് സ്റ്റിച്ച് എന്നുള്ള പേര് വരുന്നത് ബേസ് റണ്ണിങ് സ്റ്റിച്ച് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇതിലും നമ്മൾ ബേസ് റണ്ണിങ് സ്റ്റിച്ചാണ്. അപ്പോൾ റണ്ണിങ് സ്റ്റിച്ചാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ബോർഡിൽ ആദ്യം ചെയ്തെടുക്കുന്നത്. ഇതിനോടകം 3 വീഡിയോയിൽ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതൊന്നും ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ 3 വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വേണേൽ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം, പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുക്കാം. അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ചാനലിൽ പ്ലേലിസ്റ്റ് പോയി കഴിഞ്ഞാൽ ബേസിക് ഹാൻഡ് എംബ്രോയിഡറി എന്ന് പറഞ്ഞിട്ട് ഞാൻ പുതിയതായിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ 3 സ്റ്റിച്ചസും എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവരത് കാണുക. നമ്മൾ പിന്നെ അതന്നെ ഉൾപ്പെടുത്തിയിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്കിതിൽ ഇപ്പോൾ നോർമൽ റണ്ണിങ് സ്റ്റിച്ചാണ്. ഇതിനെങ്ങനെയാണ് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ആക്കുന്നതെന്ന് നോക്കാം. സെയിം കളർ തന്നെ എടുക്കാതിരിക്കാം. മറ്റൊരു കളർ നൂല് ഇതുപോലെ സൂചിയിൽ കോർത്തെടുത്തിട്ട് നമ്മളിവിടെ അതായത് ഫസ്റ്റ് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ഒരു സ്റ്റിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതായത് ക്ലോത്ത് കാണുന്ന കുറച്ച് ഭാഗമുണ്ട്. ആ ഭാഗത്ത് ഇതുപോലെ നിങ്ങൾ താഴത്തുനിന്ന് മുകളിലേക്ക് സൂചി കുത്തിയെടുത്തിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അതായത് ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഒരു റണ്ണിങ് സ്റ്റിച്ച് നമ്മൾ ഒരറ്റം മുതൽക്ക് അടുത്ത അറ്റം വരെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. കൊടുത്തപ്പോൾ നടുക്ക് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പ് അങ്ങനെ വെറുതെ തുണി കാണുകയല്ലേ. അപ്പോൾ ആ തുണി അങ്ങനെ കാണാതിരിക്കാൻ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുക. ഒപ്പം നമ്മൾ 2 കളറിലാണ് ചെയ്യുന്നത്, ഒരേ കളറിലല്ല ചെയ്യുന്നത്. 2 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്ന ഗ്യാപ്പ്, അതായത് നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നടുക്ക് വരുന്ന ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്തിട്ട് സെയിം റണ്ണിങ് സ്റ്റിച്ച് തന്നെ കൊടുക്കുകയാണ് നമ്മൾ. അതിനെയാണ് നമ്മൾ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതിലങ്ങനെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടൊന്നുമില്ല. സാധാരണ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റിച്ച് മുതൽക്ക് 4ാമത്തെ സ്റ്റിച്ച് വരെ ചെയ്യുന്ന റണ്ണിങ് സ്റ്റിച്ച് തന്നെ അത് ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ആ ഗ്യാപ്പും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, റണ്ണിങ് സ്റ്റിച്ച് സെയിം മെത്തേഡ് തന്നെ ചെയ്തിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ 2 സൈഡ് റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇതെന്താ 2 സൈഡ് റണ്ണിങ് സ്റ്റിച്ച് അല്ലെങ്കിൽ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ 2 ഭാഗത്തുനിന്ന് നോക്കുമ്പോഴും കാണാൻ ഒരേപോലെ ആയിരിക്കും. അതായത് ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനെ ഡബിൾ സൈഡ് അല്ലെങ്കിൽ 2 സൈഡ് അല്ലെങ്കിൽ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് മൊത്തം ചെയ്തെടുത്തിട്ട് നന്നായിട്ട് ലോക്ക് ചെയ്ത് ബാക്കി എക്സ്ട്രാ ഉള്ള ക്ലോത്ത്, അതായത് ബാക്കി എക്സ്ട്രാ വരുന്ന ത്രെഡ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ട്രിമ്മർ ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ഡിസൈനിലേക്ക് പകർത്തി വരയ്ക്കുക, അതായത് മോട്ടിഫിലേക്ക് നമുക്കിതൊന്ന് ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ തന്നെ നമ്മൾ ഒരു യെല്ലോ കാർബൺ പേപ്പർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ബട്ടർ പേപ്പറിൽ നമ്മൾ ഇതേപോലെ ഒരു ഡിസൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസൈൻ നമ്മളിതിൽ പകർത്തി വരയ്ക്കുകയാണ്. ഡിസൈൻ ഇതുപോലെ നമ്മൾ പകർത്തി വരച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ സ്വന്തമായിട്ട് വരയ്ക്കാൻ അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബട്ടർ പേപ്പറും അതുപോലെ തന്നെ കാർബൺ പേപ്പറും ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് സ്വന്തമായിട്ട് കൈ ഉപയോഗിച്ചിട്ട് തന്നെ പെന്നുകൊണ്ട് വരയ്ക്കരുത്, പെൻസിൽ ഉപയോഗിച്ചിട്ട് ക്ലോത്തിൽ വരച്ചിട്ട് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാം കേട്ടോ. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഒരു ബട്ടർ പേപ്പറും കാർബൺ പേപ്പറൊക്കെ വെച്ച് വരയ്ക്കുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് വരയ്ക്കുന്നവർക്ക് ഇതൊന്നും ആവശ്യമില്ല. പെൻസിൽ ഉപയോഗിച്ചിട്ട് വരയ്ക്കുക, പെൻ ഉപയോഗിച്ചിട്ട് വരയ്ക്കരുത്. അപ്പോൾ ഈ ഒരു ഡിസൈന് നമുക്കിനി എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് വെച്ചിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ എംബ്രോയിഡറി റിങ്ങിൽ ഈ ഒരു ഡിസൈൻ ഫിക്സ് ചെയ്യുക. ആദ്യം എംബ്രോയിഡറിൻ്റെ താഴ്വശം, അതായത് സ്ക്രൂ ഉള്ള വശമല്ലാത്ത താഴ്വശം താഴ്ത്ത് വയ്ക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിട്ടുള്ള ഡിസൈനുള്ള ക്ലോത്ത് വയ്ക്കുക. ക്ലോത്ത് ഡിസൈൻ വന്നിട്ട് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ആ 4 ഭാഗത്തുള്ള തുണി ഒന്ന് വലിച്ചു കൊടുത്തിട്ട് ടൈറ്റാക്കി നിർത്തുക. അതായത് ഡിസൈൻ വരുന്ന ഭാഗം, നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗം ടൈറ്റായിരിക്കണം. അങ്ങനെ ടൈറ്റാക്കിയതിന് ശേഷം സ്ക്രൂ നിങ്ങൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ഡിസൈനിലേക്ക് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി കളേഴ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാം. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ 2 കളേഴ്സ് മാത്രം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് കളേഴ്സ് ഒന്നും ഉപയോഗിക്കുന്നില്ല. 2 കളേഴ്സ് ഉപയോഗിച്ചിട്ട് മാത്രമാണ് ഈ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത സെയിം സ്റ്റിച്ച് തന്നെയാണ്, മാറ്റങ്ങളും കാര്യമൊന്നുമില്ല. ഒരു ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ മൊത്തമായിട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പം റണ്ണിങ് സ്റ്റിച്ച് ആദ്യം ചെയ്തെടുക്കുക. ആദ്യം റണ്ണിങ് സ്റ്റിച്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ വേറൊരു കളറിലുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ട് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുകയാണ്.
ചെയ്യുമ്പോൾ ആദ്യം ഔട്ടർ ലൈൻ ചെയ്യുക. ഔട്ടർ ലൈൻ ചെയ്തതിന് ശേഷം മാത്രം ഉള്ളിൽ വരുന്ന ലൈൻസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂഷനായിട്ട് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യുക. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഇവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാം. അതായത് നമ്മൾ ഈ ഇപ്പം ചെയ്തിട്ടുള്ള റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറിയ ഗ്യാപ്പുകളുണ്ട്, തുണി കാണുന്ന വശമുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ യെല്ലോ കാർബൺ പേപ്പറിൽ വരച്ചിട്ടുള്ള ആ യെല്ലോ കളർ നമുക്കവിടെ കാണാം. അപ്പോൾ ആ ഭാഗം നമ്മൾ വേറൊരു റണ്ണിങ് സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വേറെ കളറിലുള്ള ഒരു ത്രെഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫില്ല് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡബിൾ റണ്ണിങ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ആൾക്കാർ റണ്ണിങ് സ്റ്റിച്ച് റണ്ണിങ് സ്റ്റിച്ച് വിത്ത് വേവ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID താഴെ കൊടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇതുവരെ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊന്ന് DM ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങളുടെ ഡിസൈൻസും കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് DM ചെയ്യുന്ന അല്ലെങ്കിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ തന്നെയാണ് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുതിയതായിട്ടുള്ള ആളുകളൊന്നും നമുക്ക് മെസ്സേജ് അയക്കുന്നില്ല. വീഡിയോസ് കാണാൻ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഡിസൈൻസ് ചെയ്തിട്ട് മെസ്സേജ് അയച്ചു തരുന്നത് എന്നും അയച്ചു തരുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ വെറുതെ കണ്ടിട്ട് പോവാതിരിക്കുക. ജസ്റ്റ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യേണ്ട. നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും കോട്ടൻ്റെ ക്ലോത്ത് ഉപയോഗിക്കുക. അത് പഴയതായിക്കോട്ടെ പുതിയതാവട്ടെ, പ്ലെയിൻ ക്ലോത്ത്, കോട്ടൻ്റെ പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത്, അതെന്ത് കളറോ ആയിക്കോട്ടെ, കോട്ടൺ തന്നെ എടുക്കുക. വേറെ തുണി, അതായത് സാറ്റിൻ, നെറ്റിലൊക്കെ നമുക്ക് ചെയ്യാം, പിന്നീട് ചെയ്യാം. നമ്മൾ തുടക്കത്തിൽ തന്നെ ചെയ്താൽ നന്നായി വരില്ല. അപ്പോൾ അതുകൊണ്ട് കോട്ടൻ്റെ ക്ലോത്ത് എടുക്കുക, അതും പ്ലെയിൻ കളർ എടുക്കുക. ഇന്ന കളർ തന്നെ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു കളർ എടുത്തിട്ട് നെറ്റിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു ഡിസൈൻ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ എന്താ പറയുക, നമ്മളിപ്പോൾ 9 ഇഞ്ച് വിടുത്തും 9 ഇഞ്ച് ലെങ്ത്തും ഉള്ള പീസ് കട്ട് ചെയ്തെടുത്തിട്ട് മോട്ടിഫ് ആയിട്ട് അതിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വീതിയും വലുപ്പം, അതായത് ഒരു 12 ഇഞ്ച് ലെങ്ത്തും 12 ഇഞ്ച് വിടുത്തുള്ള ഒരു പീസ് എടുത്തിട്ട് 4 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്താൽ നിങ്ങൾക്ക് ഹാൻഡ് കർച്ചീഫായിട്ടും യൂസ് ചെയ്യാം. അതിപ്പോൾ ഏത് കളറിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹാൻഡ് കർച്ചീഫായിട്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുള്ള ഡിസൈൻ വെറുതെ ആയി പോവുകയില്ല, നിങ്ങൾക്കത് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്താ വെച്ചാൽ നന്നായിട്ട് ലോക്ക് കൊടുക്കണം. ഒരു 2-3 പ്രാവശ്യം നമ്മൾ നന്നായിട്ട് ത്രെഡ് ലോക്ക് കൊടുക്കണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വാഷ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇളകിപ്പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ടൊരു നോട്ടിഫിക്കേഷൻ ബെല്ലുണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ ആർക്കെങ്കിലും ഇതുപോലെ ഹാൻഡ് എംബ്രോയ്ഡറി പഠിക്കാൻ ആഗ്രഹമുണ്ട്, എന്നാൽ പുറത്ത് പോയി പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഇതുപോലെ ഹെൽപ്പ് ആവുമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അവർക്ക് ഷെയർ കൂടി ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.